അടുത്തതായി കൊച്ചിയിൽ നിന്നും ഡാനി പോൾ നമ്മളുമായി ചേരുന്നുണ്ട്. ഡാനി, നമുക്കറിയാം മഴക്കെടുതി ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പേടിയുള്ള ഒന്നാണ്. എന്താണിപ്പോൾ മധ്യ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്? എന്താണ്? തീർച്ചയായും നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത രീതിയിലേക്ക് മഴ മാറുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാമാണ് അവിടുന്ന് വരുന്ന വിവരങ്ങൾ, അലർട്ടുകൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ ഡാനി? മധ്യ കേരളത്തിൽ ശക്തമായ രീതിയിൽ മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് എറണാകുളവും കോട്ടയവും നമുക്കറിയാം, ഇടുക്കിയിൽ ഇപ്പോൾ നമ്മൾ കേട്ടതാണ്. അതോടൊപ്പം തന്നെയാണ് ആലപ്പുഴ. ഈ മേഖലകളിലെല്ലാം തന്നെ മധ്യ കേരളം ഉൾപ്പെടുന്ന മേഖലകളിൽ അതിശക്തമായ രീതിയിൽ മഴ തുടരുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു കിഴക്കൻ മേഖലകളിൽ, അതായത് ഉയർന്ന മേഖലകൾ എന്ന് പറയാവുന്ന മലയോര മേഖലകളിലെല്ലാം തന്നെയാണ് കൃത്യമായ രീതി വലിയ ശക്തമായ രീതിയിൽ തന്നെ മഴ തുടരുന്നത്. ഇത് കോട്ടയത്തെ അടക്കം കിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നു എന്ന വിവരം തന്നെയാണ് ലഭിക്കുകയും ചെയ്യുന്നത്. ഇതിൽ കോട്ടയത്ത് ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ ഗതാഗത തടസ്സമുണ്ടായതായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം അവിടെ എടുത്തു പറയേണ്ടത് അവിടെ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടലാണ്. പയ്യാനിയിൽ ഉരുൾപൊട്ടലിൽ ഒരു വീട് തകർന്ന് 2 പേരെ കാണാതായി എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം വണ്ടൻപ്ലാവിലാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അവിടെ പയ്യാനിത്തോട്ടം മണപ്പാട്ട് ജോണിയുടെ ഭാര്യയും മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് പറയുന്നു. ഈ വീടിന്റെ കോൺക്രീറ്റ് ചെയ്ത വീടാണ്. അതിന്റെ ഒരു മേൽക്കൂരി അടക്കം ഒലിച്ചു പോയ സ്ഥിതിയിലേക്ക് മണ്ണ് മൂടുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ശക്തമായ രീതിയിലൊരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ്. നിരവധി വീടുകൾ അവിടെ ഉണ്ടായെങ്കിൽ കൂടിയും ഈ വീടിനാണ് അത് പൂർണ്ണമായും ബാധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. അത് ഇവിടെ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ രീതിയിൽ തന്നെ മഴ നിലനിൽക്കുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ എറണാകുളത്ത് ഇത് സമാനമായ രീതിയിൽ തന്നെ കിഴക്കൻ മേഖലകളിൽ ശക്തമായ രീതിയിൽ മഴ തുടർന്നു. പ്രത്യേകിച്ച് ഈ കോതമംഗലം, പിറവം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ ഉയർന്ന മേഖലകളിലെല്ലാമാണ് ശക്തമായ മഴ തുടരുന്നത്. ഇവിടങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത അടക്കം നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രതയാണ് ഇവിടങ്ങളിൽ പാലിക്കുന്നത്. എറണാകുളത്ത് ഈ കോതമംഗലം പൂയംകുട്ടിയിലെ ഈ വനയോര മേഖലയാണ്. അവിടെ മണികണ്ഠൻ ചപ്പാത്ത് എന്ന് പറയും, ചപ്പാത്ത് കരകവിഞ്ഞ വെള്ളം ഉയരുകയാണ്. ഈ മേഖലയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മണികണ്ഠൻ ചപ്പാത്ത് നിറയുകയാണെങ്കിൽ ആദിവാസി മേഖലകൾ, അതിനപ്പുറത്തുള്ള ആദിവാസി മേഖലകൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അത് വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ ശക്തമായ മഴയിലും എല്ലാം പലപ്പോഴും ഉണ്ടാകുന്നതാണ്. ഇക്കുറിയും അത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. മണികണ്ഠൻ ചാൽ, അതോടൊപ്പം തന്നെ കല്ലേലിമേട് മലയോര ഗ്രാമങ്ങളാണ് ഇതുപോലെ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് വരുന്നത്. നഗരത്തിലേക്ക്, എറണാകുളം കൊച്ചിയിലേക്ക് കുറച്ചുകൂടി വരികയാണെങ്കിൽ നഗരത്തിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെയും ഒരു കാര്യമായ രീതിയിലൊരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല ഇതുവരെയും. എങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. ഇതിൽ പലയിടത്തും തന്നെ ഒഴുക്ക് സുഗമമാക്കാനുള്ള പ്രത്യേക സ്ക്വാഡുകൾ ഇറങ്ങി നഗരത്തിൽ വെള്ളക്കെട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഇതുവരെയും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും തന്നെ ഈ കാനകൾ നിറയാനുള്ള സാധ്യതയാണ് പലപ്പോഴും ഉള്ളത്. അങ്ങനെയെങ്കിൽ പൂർണ്ണമായ രീതിയിൽ നഗരം സ്തംഭിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും അതിശക്തമായ മഴയിലെല്ലാം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ഇടപെടലെല്ലാം തന്നെ ഇപ്പോൾ വെള്ളക്കെട്ടില്ലാതാക്കാനുള്ള ഇടപെടലെല്ലാം തന്നെ പലയിടങ്ങളിലും തന്നെ നടക്കുകയാണ്. തീരമേഖലകൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പശ്ചിമ കൊച്ചിയും അതോടൊപ്പം തന്നെ വൈപ്പിൻ തുടങ്ങുന്ന തീരമേഖലകളുണ്ട്. അവിടെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാരണം കടലാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെല്ലാനം പോലുള്ള ഇടങ്ങളിൽ ടെട്രാപോഡ് അടക്കമുള്ള സൗകര്യങ്ങളുണ്ട്. താരതമ്യേന സുരക്ഷിതമാണ്. അതിനിപ്പുറത്തേക്ക് വരുമ്പോൾ കണ്ണമാലി അടക്കമുള്ള മേഖലകളിൽ വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ മേഖലകളിൽ അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നേരിടാനുള്ള തക്ക നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നതുകൊണ്ട് നഗരത്തിന് പുറത്തുള്ള മേഖലകളിൽ മരങ്ങൾ അത് വീഴാനുള്ള സാധ്യത, ഈ ജാഗ്രത പാലിക്കാനുള്ള പൊതുനിർദ്ദേശങ്ങൾ താലൂക്കുകൾക്കും അതോടൊപ്പം തന്നെ വില്ലേജുകൾക്കും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ കരുതലോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെയും ഗതാഗത സ്തംഭനം പോലുള്ള കാര്യങ്ങളുണ്ടായി. റെയിൽവേ ട്രാക്ക്, അതോടൊപ്പം തന്നെ KSRTC ബസ് സ്റ്റേഷൻ തുടങ്ങിയവയിൽ സാധാരണഗതിയിൽ വലിയ രീതിയിലൊരു മഴയിലേക്ക് പോവുകയാണ്. ഇതിനെല്ലാം തന്നെ ബാധിക്കാറുണ്ട്. ഇതുവരെയും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സർ, കൊച്ചിയിൽ നിന്നും ഡാനി പോളാണ് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.